കാലസർപ്പയോഗം സത്യമാണോ അതോ അതിഭയങ്കരമായി പറയുന്ന ഒരു ദോഷമാണോ അതോ അങ്ങനൊന്നും ഇല്ലയോ എന്നൊരു സംശയമാണ് ഒരാൾ ഉന്നയിച്ചത്. ഈ കാലസർപ്പയോഗം എല്ലാ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും പറയുന്ന ഒന്നല്ല. ചില പ്രത്യേക സ്ഥാനങ്ങളിൽ മാത്രമേ അതിനെപ്പറ്റി പരാമർശിക്കുന്നുള്ളൂ. അതുകൊണ്ട് സാർവത്രികമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുക അത്ര ലഘുവല്ല. എങ്കിലും അതിൽ പറയുന്ന ആശയം ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഗ്രഹനില ചതുരാകൃതിയിൽ ഒരു ഗ്രഹനില വരയ്ക്കുമ്പോൾ ഈ രാഹു എവിടെയാണോ വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥാനത്ത് കേതു വരും, അല്ലെങ്കിൽ കേതു എവിടെയാണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് രാഹു വരും. ഇപ്പം മീനൻ രാശിയിൽ രാഹു നിന്നാൽ കന്നി രാശിയിൽ കേതു വരും. ധനുരാശിയിൽ കേതു നിന്നാൽ മിഥുനൻ രാശിയിൽ രാഹു വരും, ഡയറക്റ്റ് ഓപ്പോസിറ്റ്. മേടത്തിൽ രാഹു നിന്നാൽ തുലാത്തിൽ കേതു വരും. ഇങ്ങനെയാണ്. അപ്പൊ ഈ രാഹു കേതുക്കൾ നിൽക്കുന്ന രാശികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സാങ്കല്പികമായിട്ടൊരു വര മനസ്സിൽ വിചാരിക്കുക. അപ്പൊ ആ വരയുടെ വലതുഭാഗവുമുണ്ട് ഇടതുഭാഗവുമുണ്ട്. രാശിചക്രമാകുന്ന സമചതുര കളത്തിൽ രാഹുകേതുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സാങ്കല്പികമായ ഒരു വര നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ അതിന് ഒരു വശവും മറുവശവുമുണ്ട്. ഈ രാഹുകേതുക്കളെ കൂടാതെ മറ്റെല്ലാ ഗ്രഹങ്ങളും, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, ഈ 7 ഗ്രഹങ്ങൾ ഒരു വശത്ത് മാത്രമായിട്ട് മാല പോലെ കേന്ദ്രീകരിക്കുക. രാഹുകേതുക്കൾ നിൽക്കുന്ന ആ വരയുടെ ഒരു വശത്ത്, അതിൻ്റെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, അല്ലെങ്കിൽ മുകളിൽ അല്ലെങ്കിൽ താഴെ, രാഹുകേതുക്കളുടെ ഒരു വശത്ത് മാത്രമായിട്ട് ആദിത്യാദി 7 ഗ്രഹങ്ങളും ഒരു മാല പോലെ രൂപം കൊണ്ടാൽ അതാണ് കാലസർപ്പയോഗം. ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ രാഹുവിൽ തുടങ്ങി കേതുവിൽ വരെ വരുന്നതിൻ്റെ ഇടയിൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം ഉണ്ടാകണം. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കളം ഒഴിഞ്ഞു കിടക്കരുത്. രാഹുവിൽ തുടങ്ങി കേതുവിൽ വരെ മാല പോലെ ഗ്രഹങ്ങൾ രൂപം കൊള്ളുകയും മറുവശം കംപ്ലീറ്റ് വേക്കൻറ്റ് ഒഴിഞ്ഞിരിക്കുകയും ചെയ്താൽ അത് കാലസർപ്പയോഗമെന്നാണ് പറയുന്നത്. അത് അതീവ ദോഷമായിട്ട് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളിൽ ഇങ്ങനൊരു കാര്യം പറയുന്നതേയില്ല. എന്തായാലും ഇതാണ് വളരെ 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 അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയൊന്ന് കാണാറുള്ളൂ. ഈ ഗ്രഹങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു രാശിയെങ്കിലും ഒഴിഞ്ഞു കിടന്നാൽ അവിടെ കാലസർപ്പയോഗമില്ല. രാഹുകേതുക്കളുടെ 2 വശവുമായിട്ട് ഗ്രഹങ്ങൾ നിന്നാലും കാലസർപ്പയോഗമില്ല. കാലസർപ്പയോഗം അഥവാ ഉണ്ടായാൽ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ, പൂജ, പ്രാർത്ഥന ഇതൊക്കെ നല്ലതാണ്. പിന്നെ അഷ്ടനാഗേശ്വര പൂജ ഗൃഹത്തിൽ നടത്തുന്നതും വളരെ ഉത്തമമാണ്. നമസ്കാരം.